بهدي سيدنا محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: أنا أول من يقرع باب الجنة وأنا أول من يفتح له باب الجنة وأول من يدخل الجنة أنا وآدم ومن دونه تحت لوائي. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സഹോദരങ്ങൾ, സഹോദരികൾ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു സുദീർഘ വഅദ് പറയാൻ ഉദ്ദേശിച്ചു വന്നതല്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ ബർക്കത്തിന് വേണ്ടി ഏതാനും വാക്കുകൾ പറയാൻ ഉദ്ദേശിച്ച് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇന്നല്ലാഹ وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഈ ആയത്തിന് സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ അർത്ഥം, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, വ മലായികതഹു, അവന്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് നിർവഹിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, സല്ലു അലൈഹി, നിങ്ങൾ നബി തങ്ങളുടെ മേൽ സലാത്ത് നിർവഹിക്കണം എന്ന് പറഞ്ഞ ഈ ആയത്തിന് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി കാണാം. قال أبو العالية الصلاة من الله ثناؤه. അല്ലാഹു സുബ്ഹാനഹു വ തആല സലാത്ത് നിർവഹിക്കുന്നു എന്നതിന്റെ അർത്ഥം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയൽ അല്ലല്ലോ. പിന്നെ എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് നബി തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല മദ്ഹ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ. അല്ലാഹു തആല സലാത്ത് നിർവഹിക്കുന്നു എന്നതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിന്റെ ഹബീബ് ഈ പ്രകീർത്തനത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തെ പ്രകീർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും അവിടുത്തെ മദ്ഹുകൾ പറയുകയും വേണം എന്ന് ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രശംസയിൽ ഒരു ചെറിയ വാക്ക് ഞങ്ങളെല്ലാവരും പറയുന്നു, അല്ലാതെ എവിടെയും എത്താൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ ഈ ലോകത്ത് ആർക്കും പൂർണ്ണമായി സാധിച്ചിട്ടില്ല. എല്ലാവരും ആ മദ്ഹിൽ നിന്ന് ഒരൽപ്പം പറഞ്ഞുകൊണ്ട് ബറക്കത്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും നമ്മുടെ ഈമാനിന്റെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലാഹുവിലേക്ക് നാം അടുക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കണം. അത് അറബി ഭാഷയിലായാലും മലയാള ഭാഷയിലായാലും മറ്റേത് ഭാഷയിലായാലും അത് പറഞ്ഞുകൊണ്ടിരിക്കണം. സുബ്ഹാനല്ലാഹ്, റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ ലോകത്ത് മുഅ്മിനീങ്ങളും മുഴുവനും കൂടുതൽ നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിനീതനായ ഞാൻ ഈ വർഷം റബീഉൽ അവ്വൽ 12-ാമത്തെ രാവ് മദീനയിൽ ചെന്ന് ഇറങ്ങിയ ഉടനെ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവിടുത്തെ ഏറ്റവും വലിയ പ്രമുഖനായ വലിയ ഒരു പണക്കാരനും വലിയ പണ്ഡിതനുമായ അബ്ദുൽ അസീസ് അൽ കഅഫി എന്ന ആളുടെ വീട്ടിലേക്കാണ്. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മളെ ഈ കാണുന്ന കമ്പൗണ്ടിന്റെ അത്ര വിശാലതയുള്ള ഒരു ബിൽഡിംഗ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന കമ്പൗണ്ടിന്റെ ഇത്ര തന്നെ, അതിൽ ഒരല്പം പോലും കുറയൂല അതിൻ്റെ ഉള്ള്. ആ ബിൽഡിംഗ് എന്തിനുള്ളതാണ്? റസൂലുള്ളാഹിന്റെ മൗലിദ് നടത്താൻ വേണ്ടി മാത്രം. ചെന്നു നോക്കുമ്പോൾ നിങ്ങൾ ഈ ഇരിക്കുന്നത് പോലെ ആ വലിയ കമ്പൗണ്ടിൽ, വലിയ ഹാളിൽ നിറയെ ആലിമീങ്ങളും സാധാരണക്കാരുമായി മദീനയിലെ ജനങ്ങൾ പ്രത്യേകിച്ചു. കൂട്ടത്തിൽ ഏതാനും ചിലർ സിറിയയിലും ഈജിപ്തിലും എല്ലാം ഉള്ളവർ ഉണ്ട്. ബാക്കി മുഴുവനും മദീനയിലുള്ള ജനങ്ങൾ അവർ മൗലിദ് തുടങ്ങി ഇശാ നിസ്കരിച്ച ഉടനെ 12 മണി വരെ മൗലിദോതി ആയപ്പോൾ പകുതി ജനങ്ങളെ അവിടുന്ന് വിളിക്കുന്നു. ആ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അപ്പുറത്തതാ നമ്മളെ പെണ്ണുങ്ങൾ പിരിക്കുന്ന ആ സ്ഥലം പോലത്തെ വേറൊരു സ്ഥലവും ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. പകുതി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു, ബാക്കിയുള്ളവർ മൗലിദോതുന്നു. ഈ പകുതി ജനങ്ങൾ ഭക്ഷണം കഴിച്ച് വേഗം പോവല്ല, അവര് രണ്ടാമതും മടങ്ങി വരുന്നു. ആദ്യം കഴിക്കാത്തവർ ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് 2 മണി വരെ ഈ കൂടിയ ജനങ്ങൾ മുഴുവനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ആലപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ബർസഞ്ചി മൗലൂദ് നളമും നഹറും ബെയ്ത്തും ഗദ്യവും കാണാതെ അറിയാത്ത ഒരൊറ്റ മനുഷ്യനും അസദസ്സിലില്ല. കാരണം അത് നമുക്ക് മനസ്സിലാവും. ഓരോ വാക്കും ഓതി അവസാനം എത്തുമ്പോ എല്ലാവരും കൂടി ഓതാണ്. രണ്ടാമത്തെ ജുംല ഓതുമ്പോൾ അതിന്റെ അവസാനം എത്തുമ്പോൾ എല്ലാവരും കൂടി ഓതുന്നു. അങ്ങനെ ബർസഞ്ചി കാണാതെ അറിയുന്ന ആളുകൾ അസറക്ക
ചെല്ലുന്ന ആളുകൾ അത് അന്ന് ഒരു ദിവസമല്ല, നേരം വെളുത്ത് സുബഹിക്ക് അന്ന് തന്നെ 12-ന്റെ അന്ന് സുബഹിക്ക് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ യമാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ മകൻ യാസിർ, അതുപോലെ ഡോക്ടർ ഉമർ അബ്ദുള്ള കാമിൽ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ ചേർന്നുകൊണ്ടുള്ള മറ്റൊരു മൗലിദ് ഔക്കാഫിന്റെ ബിൽഡിങ്ങിൽ രാവിലെ സുബഹി നിസ്കരിച്ച ഉടനെ തുടങ്ങിയിട്ട് 9 മണി വരെ മൗലിദ്. അന്ന് രാത്രി വേറെ ഒരു സ്ഥലത്ത് മൗലിദ്. ഇങ്ങനെ ചുരുക്കി പറയട്ടെ, എനിക്ക് മദീനയിൽ നിന്ന് വരാൻ തന്നെ തോന്നാത്ത വിധം അവർ പറയുന്നു, ഒരു പേടിയും പേടിക്കണ്ട, നമുക്കിവിടെ മൗലൂദ് ഓതാം. 5 ദിവസം ഞാൻ അവിടെ നിന്നതിൽ ഈ 5 ദിവസത്തെ രാത്രിയിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ 1000-ഉം 2000-ഉം ആളുകൾ ചേർന്നുകൊണ്ടുള്ള മൗലിദ് രാത്രി 1 മണി വരെ 2 മണി വരെ നടക്കുകയാണ്. അത്ഭുതപ്പെട്ടു പോയി. അതിൻ്റെ ഇടയിൽ 3-ാമത്തെ ദിവസം ഫരീദുൽ മൈമനി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഇശാഇന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് കാണിച്ചു കൊടുക്കുന്ന പരിപാടി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഈ പെട്ടി നിങ്ങൾ തുറന്നു കൊടുക്കണം. അങ്ങനെ ആ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ചെറിയൊരു പാത്രം, അതിന്റെ മൂടി ഞാൻ തുറന്നു കൊടുക്കുകയും എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്ലിസ് മദീന മുനവ്വറയിലും മക്കയിലും ഈജിപ്തിലും ഷാമിലും ബഗ്ദാദിലും എന്നല്ല ഗൾഫ് നാടുകളിലെല്ലാം നടക്കുകയാണ്. ഞാൻ എൻ്റെ ചെറുപ്പക്കാരായ കുട്ടികളോട് എല്ലാവരോടുമല്ല, റോട്ടിൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് സഹാബത്ത് നടത്തിയിട്ടുണ്ടോ, താബീകൾ നടത്തിയിട്ടുണ്ടോ, തബഅ താബീകൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സംശയം ഉണ്ടാക്കുന്ന ചില മനുഷ്യരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ അപകടത്തിൽപ്പെട്ടു പോകണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അവന്റെ കൽപ്പനയാണ്, സല്ലു അലൈഹി, നിങ്ങൾ നബി തങ്ങളെ മദ്ഹ് പറയണം, അവിടെ പ്രകീർത്തിക്കണം. മാത്രമല്ല പ്രത്യേക ദിനം വരുമ്പോൾ പ്രത്യേകം വേണം. വദക്കിർഹും ബി അയ്യാമില്ലാഹ്, പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നു, വദക്കിർഹും, നബിയെ തങ്ങൾ ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ബി അയ്യാമില്ലാഹി, അള്ളാഹുവിന്റെ പ്രത്യേക ദിവസങ്ങളെ സംബന്ധിച്ച് തങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അയ്യു യൗമിൻ അഫ്ളലു മിൻ ഹാദൽ യൗം അല്ലദീ ഉരിദ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ദിനം, അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യദിനം, ആ പുണ്യദിനങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഓർമ്മപ്പെടുത്തി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണമെന്ന് ഖുർആൻ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസത്തെക്കാൾ മറ്റൊരു പ്രാധാന്യമുള്ള ദിവസം എവിടെയാണുള്ളത്? ഇല്ല. അമ്മാ ബിനിഅ്മത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു ചെയ്ത നിഅ്മത്ത്, അനുഗ്രഹം എടുത്തു പറയണം. ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹ് തങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ഹാവിയിൽ ഒരു ചോദ്യത്തിലൂടെ പറയുന്നു, അയ്യു നിഅ്മത്തിൻ ഫൗഖ ഹാദിഹി നിഅ്മത്തിൽ കുബ്റാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ആഗതരായി വന്നു എന്ന ഈ അനുഗ്രഹത്തെക്കാൾ വലിയ അനുഗ്രഹം എന്താണ് ഉള്ളത്? വേറെ ഒരു അനുഗ്രഹവും ഇല്ല. അതുകൊണ്ട് അമ്മാ ബിനിഅ്മത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നിഅ്മത്ത് എടുത്തു പറയണമെന്ന് ഖുർആൻ പറയുന്നു. അത് ഖുർആൻ തന്നെ നമുക്കിങ്ങനെ പറഞ്ഞു കാണിച്ചു തരുന്നു. സുബ്ഹാനല്ലദി
أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ആ അബ്ദിന് ചെയ്തു കൊടുത്ത നിഅമത്തുകളും അവിടത്തേക്ക് അല്ലാഹു കൊടുത്ത വലിയ പദവികളും വലിയ സ്ഥാനങ്ങളും അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ആ പഠനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് നമ്മുടെ പൂർവീകന്മാർ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ നാം പ്രവർത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഇവിടെ വന്നതിൽ സന്തോഷിക്കുക, നിഅമത്തിൽ അങ്ങേയറ്റത്തെ ശുക്ർ ചെയ്യുക, അതിങ്ങനെ എടുത്തു പറയുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയൽ, അവിടുത്തെ ചരിത്രം പറയൽ, അവിടുത്തെ പ്രകീർത്തിക്കൽ, അത് ഏറ്റവും വലിയ ഇബാദത്താണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരെല്ലാം റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അവര് വലിയ വലിയ സ്ഥാനത്തെത്തിയത്. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. റിഫായി ശൈഖിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം. അവരെല്ലാവരും അള്ളാഹുവിന്റെ ഹബീബിനെ വളരെയധികം മഹബത്ത് വെക്കുകയും റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയുകയും പ്രശംസിക്കുകയും ചെയ്യുന്നവരായിരുന്നു. ഖുർആൻ ഒട്ടാകെ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. ഞാനിപ്പോ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. ഖുർആൻ മുഴുവനും റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ഉമ്മ? ആ സമയത്ത് അവിടുന്ന് പറയുന്നു, കാന ഖുലുഖുഹു വൽ ഖുർആൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനാണ്. അതിന് രണ്ട് അർത്ഥമുണ്ട്. ഒരു അർത്ഥം ഖുർആൻ മുഴുവനും റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ് പഠിപ്പിച്ചു തരുന്നത്. ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നതൊക്കെ റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ് എന്നും അർത്ഥം പറയാം. മറ്റൊരർത്ഥം, ഖുർആനിൽ എത്രയെല്ലാം നല്ല നല്ല സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും റസൂലുള്ളാഹിയിൽ പൂർണ്ണമായി ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നും പറയാം. അങ്ങനെ റസൂലുള്ളാഹിന്റെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഖുർആൻ മുഴുവനും നബിതങ്ങളെ മദ്ഹ് പറയുന്നു. തൗറാത്തിലും ഇഞ്ചീലിലും നബിതങ്ങളെ മദ്ഹ് പറയുന്നു. ഖില്ലായ മയ്യസ്ഖി മദ്ഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി തുഖറഊ. എന്റെ സഹോദരൻ, എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ് അവസാനിപ്പിക്കുക? തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഫുർഖാനുൽ അളീമായ ഖുർആനിലും റസൂലുള്ളാഹിന്റെ മദ്ഹ് തന്നെയാണ്. ആ മദ്ഹ് നമുക്ക് എങ്ങനെ പറഞ്ഞു തീർക്കാൻ കഴിയും? എവിടെയെങ്കിലും എത്തിക്കാൻ കഴിയുമോ? ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ വലിയ മാധുര്യങ്ങൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. നമ്മളൊക്കെ ചെല്ലുന്ന ബുർദ ബൈത്തിന്റെ ഉടമസ്ഥൻ ഇമാം ബൂസീരി തങ്ങളാണ്. ഇമാം ബൂസീരി തങ്ങൾ എത്ര വലിയ സാഹിത്യകാരനും എത്ര വലിയ മാധ്യമായിരുന്നു എന്നറിയോ നിങ്ങൾ? ഇമാം ബൂസീരിയുടെ ശേഷം ലോകത്ത് വന്ന ഏറ്റവും വലിയ ആശിഖുർ റസൂലും ഏറ്റവും വലിയ മാദിഹുർ റസൂലും സാഹിത്യകാരനും ആയിട്ടാണ് മിസ്റിൽ തന്നെയുള്ള അഹ്മദു ശൗഖി റളിയല്ലാഹു അൻഹുവിനെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ അഹ്മദു ശൗഖി റസൂലുള്ളാഹിന്റെ മദ്ഹ് ധാരാളം പറഞ്ഞ് അവസാനം പറയുന്നു, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ ഇമാം ബൂസീരിയുടെ അടുത്തേക്ക് എത്താൻ എനിക്ക് കഴിയില്ല.
ഇമാം ബൂസീരി റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് കലക്കി കുടിച്ചുകൊണ്ട് അവിടുത്തെ മദ്ഹ് പറഞ്ഞ മഹാവ്യക്തിയാണ്. ഞങ്ങളെല്ലാം അവിടെ നിന്ന് പഠിച്ചിട്ടുള്ളവരാണ്, ഞങ്ങൾക്കൊന്നും അവിടേക്ക് എത്താൻ ഒരിക്കലും കഴിയില്ലെന്ന് ഈ ലോകപ്രസിദ്ധനായ അഹ്മദ് ഷൗക്കി തന്റെ ആ വലിയ മദ്ഹിന്റെ കൂട്ടത്തിൽ ഇമാം ബൂസീരി തങ്ങളെ സംബന്ധിച്ച് പറയുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ മദ്ഹികളായ നിരവധി ആളുകൾ, അതുപോലെ തന്നെ സയ്യിദ് അമീൻ ഖുത്ബി അടുത്ത കാലത്ത് പരിശുദ്ധ മക്കയിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അടുത്ത കാലത്തല്ല, ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ഭരണങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്ന കാലത്ത് മസ്ജിദുൽ ഹറാമിലെ മുദർരിസായിരുന്നു സയ്യിദ് അമീൻ ഖുത്ബി. അദ്ദേഹവും അതായ എത്രയോ ബൈത്തുകൾ റസൂലുള്ളാഹിന്റെ മദ്ഹിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനം അദ്ദേഹവും പറയുന്നു, ഇമാം ബൂസീരിയുടെ അടുത്തേക്ക് എത്താൻ എനിക്ക് സാധ്യമല്ല. ഇന്ന് ഒരു ലോകത്ത് ഒരു ഷാഇറിനും ഒരു മാദിഹിനും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകളും ഇമാം ബൂസീരിയെ മദ്ഹ് ചെയ്യുന്നു. അങ്ങനത്തെ ഇമാം ബൂസീരി തങ്ങൾ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞ് അവസാനം എവിടെയും എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് പറയാൻ കഴിയില്ല. അവസാനം ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് മതിയാക്കാം. എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികൾ എല്ലാ സൃഷ്ടികളെക്കാളും ഖൈറാണ് എന്ന് പറയുകയല്ലാതെ അവിടുത്തെ മദ്ഹ് എണ്ണി പറയാൻ കഴിയുകയില്ലെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ബുർദയിൽ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞ എത്രയോ വലിയ കവികളും എത്രയോ വലിയ മഹാന്മാരും ഇവിടെ കടിഞ്ഞു പോയിട്ടുണ്ട്. സഹാബികളാവട്ടെ റസൂലുള്ളാഹിന്റെ മദ്ഹ് തന്നെയാണ് അവരുടെ ജീവിതം മുഴുവനും. റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കൽ തന്നെയാണ് അവിടുത്തെ അവസ്ഥ. ഞാൻ വയറ് നീട്ടുന്നില്ല. മഹാന്മാരായ സഹാബികൾ റസൂലുള്ളാഹിനെ ഒരു സാധാരണ മനുഷ്യനായി കണ്ടിട്ടില്ല. റസൂലുള്ളാഹിനെ ഒരു സാധാരണ നബിയായി കണ്ടിട്ടില്ല. ഒരു സാധാരണ റസൂലായി കണ്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ ശരീരവും റസൂലുള്ളാഹിന്റെ ശരീരത്തോട് ബന്ധപ്പെട്ടതും എല്ലാം വളരെ ബഹുമാനമുള്ളതായി കാണുന്നു. ഞാനൊരു ചെറിയ കാര്യം നിങ്ങളോട് പറയട്ടെ. ബഹുമാനപ്പെട്ട സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നു, ഫഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി ഫകുല്ലി ശഫീഅൻ യൗമ ലാ ദൂ ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ഇബ്നു ഖാരിബി. ഓ ഹബീബായ നബിയേ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ലാ റബ്ബ ഗൈറുഹു, അല്ലാഹു അല്ലാതെ ഗൈറു റബ്ബില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി, അങ്ങേക്ക് എല്ലാ ഗൈബിയായ അദൃശ്യമായ അഗോചരമായ വസ്തുക്കളെയും അല്ലാഹു പഠിപ്പിച്ചു തന്നുകൊണ്ട് അങ്ങയെ വിശ്വസ്തനായി ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നതാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ ഇൽമ് എത്രയാണെന്ന് പറയാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയുമോ? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോൾ മറ്റുള്ള അമ്പിയാക്കന്മാരെ താഴ്ത്തിപ്പോകരുത് കേട്ടോ. മറ്റുള്ള അമ്പിയാക്കന്മാരെ നിസ്സാരപ്പെടുത്തി പോകാനല്ല, മറ്റുള്ള അമ്പിയാക്കന്മാരെ കുറച്ച് കാണിക്കാനല്ല. പക്ഷേ അല്ലാഹു തആല അതിനേക്കാളെല്ലാം റസൂലുള്ളാഹിക്ക് കൊടുത്ത മദ്ഹ് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നിങ്ങൾ നോക്ക്, വകദാലിക നുരീ ഇബ്രാഹീമ മലകൂത സ്സമാവാതി വൽ അർളി വലിയകൂന മിനൽ മുഖ്നിൻ.
ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല കൊടുത്ത അറിവ് അല്ലാഹുവിന്റെ ആധിക്യത്തെയും അല്ലാഹുവിന്റെ ഏകത്വത്തെയും ഇവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി തെളിവുകൾ ഇബ്രാഹിം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിന് പുറമെ ആകാശത്തിലും ഭൂമിയിലും മറഞ്ഞു കിടക്കുന്ന മനുഷ്യന്മാരുടെ ദൃഷ്ടിയിൽപ്പെടാത്ത ഗൈബിയായ അഗോചരമായ വസ്തുക്കളെ ഇബ്രാഹിം നബിയുടെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. ആകാശത്തിൽ എന്തൊക്കെയുണ്ട്, ഭൂമിയുടെ ഉള്ളിൽ എന്തുണ്ട്, ഇത് ഇബ്രാഹിം നബിന്റെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. ഇത് കാണിച്ചു കൊടുത്തത് വെറും ഒരു ശാസ്ത്രജ്ഞനാവാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഖുദ്റത്തിലും അവന്റെ കഴിവിലും അവന്റെ ഏകത്വത്തിലും ചിന്തിക്കുന്നതിന് വേണ്ടിയും വലിയകൂനമിനൽ മുഖ്മിനീൻ വളരെയധികം ഉറപ്പുള്ള വ്യക്തികളിൽ പെടാനും വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനത്തെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. അല്ലാഹുവിന്റെ ഹബീബിനോട് ഇൽമിന്റെ വിഷയത്തിൽ അടുക്കുക പോലും ചെയ്തിട്ടില്ല. وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم. 124,000 പരം വരുന്ന അംബിയാ മുർസലുകൾ എല്ലാം കൂടി അവർക്ക് കൊടുക്കപ്പെട്ട അറിവ് ഒരു സമുദ്രത്തിൽ നിന്ന് ചെറിയ കൈവിരൽ കൊണ്ടോ മുട്ടുസൂചി കൊണ്ടോ തെറിപ്പിച്ചെടുത്ത വെള്ളത്തിന്റെ അത്ര മാത്രമാണ്. ബാക്കിയുള്ള മുഴുവൻ അറിവുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത് അത് ഗൈബിയും കൊടുത്തു, അല്ലാത്തതും കൊടുത്തു. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം വലിയ അത്ഭുതത്തില് അമേരിക്കക്കാരും ലണ്ടനും വലിയ 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 ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ഒരു കൂട്ടർ യഅ്ജൂജ് മഅ്ജൂജ് എന്ന ഒരു പാർട്ടി ഉണ്ട് എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞ അങ്ങനെ ഒരു കൂട്ടരൊന്നുമില്ല. ദുൽഖർനൈനി കെട്ടുകെട്ടിയിട്ട് ഇരുമ്പ് ഉരുക്കിപ്പാർന്നുകൊണ്ട് കെട്ടുകെട്ടി ആ കെട്ടിന്റെ അപ്പുറത്ത് യൗജൂജിനെയും മൗജൂജിനെയും അടച്ചിട്ടു എന്ന സൂറത്തുൽ കഹ്ഫില് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. യൗജൂജ് മൗജൂജ് സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, യൗജൂജ് മൗജൂജിൽ നിന്ന് 999 ആളുകൾ നരകത്തിൽ പോകുമ്പോൾ ഒരാൾ മാത്രമാണ് നബി തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് നരകത്തിൽ പോകുന്നത് എന്ന് കാണാം. അങ്ങനെ യഅ്ജൂജ് മഅ്ജൂജ് എന്നൊരു പാർട്ടി ഇവിടെ ഉണ്ട് എന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചെങ്കിലും ഇവിടെ ചില ചിന്തകന്മാരെന്ന് പറയുന്നവർ പറഞ്ഞു ഖുർആനിൽ അപ്പറഞ്ഞതൊന്നും ശരിയല്ല, ഈ സുന്നി മുസ്ലിയാക്കന്മാർ പറയുന്നതൊന്നും ശരിയല്ല. അങ്ങനെ ഒരു യഅ്ജൂജും മഅ്ജൂജും ഉണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടതല്ലേ? ഇതുവരെ കണ്ടില്ല. ഈ അമേരിക്കയും ബ്രിട്ടനും എല്ലാം എവിടെയൊക്കെ എത്തി? ഇനി കാണാത്തതുണ്ടോ? ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ? എന്നിട്ട് പിന്നെ ഒരു യജൂജ് മൗജൂജ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട്? അതുകൊണ്ട് ഈ ഖുർആനിൽ പറഞ്ഞ യജൂജ് മൗജൂജ് കൊണ്ട് ഉദ്ദേശം റഷ്യയും ചൈനയുമാണ്. ഇവരെ വക സ്വന്തം വിവരക്കേട് കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ പത്രം വായിക്കുന്നവരല്ലേ? ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, ഒരു വലിയ ഗ്രഹം കണ്ടുപിടിച്ചിരിക്കുന്നു. ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടിയുള്ള ഗ്രഹമാണത്. ഈ ഗ്രഹം 2012 കണ്ടുപിടിച്ചതെങ്കിൽ അതിന്റെ മുമ്പ് ഇതിനെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. 2011 മറ്റൊരു റിപ്പോർട്ട് കണ്ടു, 19 ഐലൻഡുകൾ, വലിയ ദ്വീപുകൾ പുതുതായി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്.
ഈ ദ്വീപുകൾ പണ്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ മുമ്പ് 2 വർഷം മുമ്പ് വേറെ ഒരു പുതിയ ഗ്രഹം കണ്ടുപിടിച്ചു. ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും ഘനവും ഉണ്ട് എന്നാണ് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെഴുതിയത്. അങ്ങനെ ഓരോ വർഷത്തിലും പുതിയ പുതിയ ഗ്രഹങ്ങളും പുതിയ പുതിയ ഐലൻഡുകളും സ്ഥലങ്ങളും ഇവിടെ ശാസ്ത്രജ്ഞന്മാര് ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവര് കാണാത്തതിന്റെ പേരിൽ ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അതെല്ലാം കണ്ട വ്യക്തി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടോ? ഇവിടെ സന്താന നിയന്ത്രണം വരുത്തി മക്കളെ കൊന്നുകളയുന്ന ആളുകളോട് അല്ലാഹു പറഞ്ഞു, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖിൻ നഹ്നു നർസുഖുകും വഇയ്യാഹും. ഓ ജനങ്ങളെ, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹു ആണ്. ദാരിദ്ര്യം പേടിച്ചിട്ട് നിങ്ങൾ കുട്ടികളെ കുറക്കണ്ട, കുട്ടികളെ കൊല്ലണ്ട. പടച്ച റബ്ബ് പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ള ശക്തിയുള്ള അല്ലാഹു ആണ് ഉള്ളത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എന്നാൽ നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ സ്ഥലത്തും പോയി കണ്ടുവന്നു. അർശും കുർസിയും ലൗഹും ഖലമും മുഴുവനും കണ്ടു. وترى عجائب عالم الملكوت وسرائر الناسوت والجبروت عين المدرس مسجد اللاهوت كم من لدني حواه علوما صلوا عليه وسلموا تسليما. അങ്ങനെ നാസൂത്തും ജബറൂത്തും ദൃശ്യവും അദൃശ്യവും ആകാശവും ഭൂമിയും അതിന്റെ അപ്പുറവുമുള്ള എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് കണ്ടിട്ട് ഇവിടെ വന്നു പറഞ്ഞു, മക്കളെ, ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ നിഷേധിക്കണ്ട, നിങ്ങൾ കുട്ടികളെ കൊല്ലണ്ട. വഫിസ്സമാഇ റിസ്ഖുകും, നിങ്ങൾക്ക് ഭൂമിയിൽ ഭക്ഷണമുള്ളതുപോലെ ആകാശത്തിലും ഭക്ഷണം ഉണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞില്ലേ? ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചില്ലേ? നോക്കൂ നിങ്ങൾ, ഇപ്പോൾ കണ്ടുപിടിച്ച പുതിയ ഗ്രഹം, ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹം, 7 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹം, അതിൽ മുഴുവനും കൃഷി ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമുണ്ട്.